ഇപ്പോൾ കോൺഗ്രസ് നേതാവ് MLA രാഹുൽ മാങ്കൂട്ടത്തിലും ചേരുന്നു. ഡിവൈഎഫ്ഐ ഒരു മുഴ മുന്നേ എറിയുന്നു. സർക്കാരിന്റെ സ്റ്റാർട്ടപ്പ് പരിപാടിക്ക് തന്നെ നേരിട്ട് ശശി തരൂരിനെ കണ്ട് ക്ഷണിക്കുന്നു. അദ്ദേഹം വളരെ പോസിറ്റീവായിട്ട് സംസാരിച്ചതെന്നാണ് ഡിവൈഎഫ്ഐയുടെ സംസ്ഥാന സെക്രട്ടറി പ്രതികരിക്കുന്നത്. കോൺഗ്രസ് എങ്ങനെ കാണുന്നു രാഹുൽ? ഞാൻ ഈ വാർത്ത അറിഞ്ഞിട്ടില്ല. എന്താ സംഭവം? ഡിവൈഎഫ്ഐ സ്റ്റാർട്ടപ്പ് പരിപാടി നടത്തുന്നതാണോ? ഡിവൈഎഫ്ഐയുടെ സ്റ്റാർട്ടപ്പ് ഫെസ്റ്റിവലിലേക്കാണ് ക്ഷണിച്ചിരിക്കുന്നത്. റഹീം അല്പം മുൻപ് പോസ്റ്റ് ഇടുകയും ചെയ്തിട്ടുണ്ട് അദ്ദേഹത്തെ ക്ഷണിച്ച കാര്യമടക്കം. ഇപ്പോൾ VK സനോജ് പറഞ്ഞത് അദ്ദേഹത്തെ കണ്ടു, അദ്ദേഹത്തിന് അസൗകര്യമുണ്ട്, അതുകൊണ്ട് അദ്ദേഹം സ്ഥലത്തുണ്ടാവുകയില്ല, അതുകൊണ്ട് വരികയില്ല എന്നാണ്. പക്ഷേ എല്ലാ ആശംസകളും നേർന്നിരിക്കുന്നു എന്നാണ് പറഞ്ഞത്. ഡിവൈഎഫ്ഐയുടെ കേരള സംസ്ഥാന കമ്മിറ്റി സംഘടിപ്പിക്കുന്ന സ്റ്റാർട്ടപ്പ് ഫെസ്റ്റിവലിലേക്ക് ഡിവൈഎഫ്ഐ അത്തരത്തിലുള്ള പരിപാടി സംഘടിപ്പിക്കുന്നത് ഇനിയെങ്കിലും നല്ലതാണ്. നടത്തുമ്പോൾ കേരളീയ പൊതുസമൂഹത്തോട്, പ്രത്യേകിച്ച് ഇവർ പൂട്ടിച്ച നിരവധി വ്യവസായ ചെറുതും വലുതുമായ പെട്ടിക്കടകൾ തൊട്ട് വ്യവസായ സ്ഥാപനങ്ങൾ വരെ ഇവരാ കൊടിയും പിടിച്ചുകൊണ്ടുപോയി പൂട്ടിച്ച സംരംഭകരോട് മാപ്പ് പറഞ്ഞുകൊണ്ട് അവർക്കൊരു ട്രിബ്യൂട്ട് കൂടെ വെച്ചിട്ട് വേണം ഈ പരിപാടി തുടങ്ങാൻ. എന്തായാലും അത്തരത്തിലുള്ള പരിപാടിയൊക്കെ നടത്തുന്നുണ്ടെങ്കിൽ അത് കേരളീയ പൊതുസമൂഹത്തിനോട് നാളിതുവരെ ചെയ്ത എല്ലാ ദ്രോഹത്തിനുമുള്ളൊരു പരിഹാരം എന്ന നിലയിൽ പശ്ചാത്താപത്തിൽ നിന്നായിരിക്കണം അങ്ങനെ പരിപാടി ചെയ്യുന്നത്. രാഹുൽ, ഇതിനകത്ത് വികസന കാര്യത്തിൽ താൻ രാഷ്ട്രീയം നോക്കാറില്ല എന്ന് ശശി തരൂർ പറഞ്ഞു. അതാണ് റഹീമിന്റെ പോസ്റ്റിനകത്ത് അത് തന്നെയാണ് സനോജും പറയുന്നു. അതായത് സർക്കാരിന്റെ വികസന നയങ്ങളെ അഭിനന്ദിച്ച അല്ലെങ്കിൽ മനസ്സിലാക്കിയ ഒരാളെന്ന രീതിയിൽ കൂടിയാണ് ഞങ്ങൾ ക്ഷണിച്ചിരിക്കുന്നത് എന്ന് പറയുന്നു. ഇതിനകത്തൊരു രാഷ്ട്രീയ ലക്ഷ്യം CPM ഉദ്ദേശിക്കുന്നുണ്ടോ? CPMന്റെ യുവജന സംഘടന ഉദ്ദേശിക്കുന്നുണ്ടോ? കോൺഗ്രസ് അതൊന്നും അങ്ങനെ എന്തെങ്കിലും മണക്കുന്നുണ്ടോ? അല്ല, ഇവര് അങ്ങനെ എന്തോ വലിയ കാര്യം ചെയ്യുന്നു എന്നുള്ള തോന്നൽ ഇവർക്കുണ്ടാകും. അങ്ങനെ മണത്ത് കണ്ടുപിടിക്കാനും മാത്രം എന്തോ ഒരു വലിയ കാര്യം ഇവർ ചെയ്യുന്നതായിട്ട് നമുക്കാർക്കും ഒരു തോന്നലൊന്നുമില്ല. പിന്നെ വികസന കാര്യത്തിൽ ഡോക്ടർ തരൂർ പറഞ്ഞത് തന്നെയാണല്ലോ കോൺഗ്രസ് പൊതുനിലപാടാണല്ലോ അത്. വികസന കാര്യത്തിൽ രാഷ്ട്രീയം ഉണ്ടെന്ന് പറഞ്ഞ ഏതെങ്കിലും കോൺഗ്രസ് നേതാവുണ്ടോ? എല്ലാ കോൺഗ്രസ് നേതാക്കന്മാരുടെ അഭിപ്രായം തന്നെയാണല്ലോ ഡോക്ടർ തരൂരും പറയുന്നത്. വികസനത്തിനകത്ത് ഒരു രാഷ്ട്രീയവുമില്ല. ഇപ്പോ യുവജന സംഘടനയുടെ അധ്യക്ഷ എന്ന നിലയിലായാലും MLA എന്ന നിലയിലായാലും നമ്മൾ സർക്കാരിനോട് നിരന്തരമായിട്ട് ആവശ്യപ്പെടുന്നത് എന്താണ്? വികസനം നടത്തണം എന്ന് തന്നെയല്ലേ നമ്മൾ ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. അപ്പൊ നമ്മൾ എത്ര കാലമായിട്ട് കേരളത്തിലെ പൊതുസമൂഹം ഈ സർക്കാരിനോട് ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ശ്രീ ഉമ്മൻചാണ്ടി സാർ കേരളത്തിന്റെ മുഖ്യമന്ത്രി ആയിരുന്നപ്പോൾ കൊണ്ടുവന്ന മെട്രോ, ആ മെട്രോയുടെ എയർപോർട്ടിലേക്കുള്ള ഒരു എക്സ്റ്റൻഷൻ നമ്മുടെ എത്ര കാലമായിട്ടുള്ള ഡിമാൻഡാണ്. ആ വികസനത്തിന് നമ്മളെല്ലാവരും അനുകൂലമായി നിൽക്കുമ്പോൾ സർക്കാർ അനുകൂലമല്ല. ഈ കേരളത്തിനകത്തെ കുറെ കൂടി വ്യവസായ സൗഹാർദ്ദ സംസ്ഥാനമായി മാറ്റണം. ഈ സംസ്ഥാനത്തിനകത്ത് ഇവർ നടത്തിക്കൊണ്ടിരിക്കുന്ന അനാവശ്യമായ പണിമുടക്കുകൾ, CI2 എന്ന് പറയുന്ന സംഘടന നടത്തിക്കൊണ്ടിരിക്കുന്ന ബ്ലാക്ക് മെയിലിംഗ് പൊളിറ്റിക്സ്, ഇതെല്ലാം അവസാനിപ്പിക്കണം. നമ്മൾ എത്ര കാലമായിട്ട് അത്രയും വികസനോന്മുഖമായ രാഷ്ട്രീയം തന്നെയാണ് ചർച്ച ചെയ്യുന്നത്. അപ്പൊ നമ്മൾ ഇത്രയും കാലം പറഞ്ഞുകൊണ്ടിരുന്ന രാഹുൽ, അതെല്ലാം അംഗീകരിക്കാം. അപ്പോഴും ഇങ്ങനൊരു വലിയൊരു രാഷ്ട്രീയ വിഷയം നിൽക്കുന്നത് കൊണ്ടുകൂടി കോൺഗ്രസിനകത്ത കാര്യമായതുകൊണ്ട് തന്നെ ശശി തരൂർ ഇവർ പോകുന്നു, കാണുന്നു, ക്ഷണിക്കുന്നു, ഈ ചില അസൗകര്യങ്ങൾ ഉണ്ടെങ്കിൽ മാത്രമാണ് തനിക്ക് വരാൻ കഴിയാത്തത്, അല്ലെങ്കിൽ താൻ രാഷ്ട്രീയം നോക്കാറില്ല എന്ന് പറയുന്ന ഒരു പോസിറ്റീവ് നോട്ട് കൊടുത്തു എന്നാണ് അവകാശപ്പെട്ടിരിക്കുന്നത്. റഹീമാണല്ലോ അങ്ങനെ പോസ്റ്റ് തന്നെ ഇട്ടിരിക്കുന്നത്. ശശി തരൂരിന്റെ ആ ഒരു പ്രതികരണത്തോട് എങ്ങനെയാണ് കോൺഗ്രസ് പ്രതികരിക്കുന്നത്? അതിപ്പോ എത്രയോ CPM വെക്കുന്ന എത്രയോ പരിപാടികൾ കോൺഗ്രസ് നേതാക്കന്മാരെ ക്ഷണിക്കാറുണ്ട്. കോൺഗ്രസ് നേതാക്കന്മാർക്ക് സമയവും സാഹചര്യവും സൗകര്യവും ഉണ്ടെങ്കിൽ പങ്കെടുക്കുമില്ല എങ്കിൽ പങ്കെടുക്കില്ല. അതിനകത്ത് എന്താണ് ഒരു പ്രത്യേകമായ കൗതുകം എന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. പിന്നെ മാത്രമല്ല, ഇവരിപ്പം ഒരു സ്റ്റാർട്ടപ്പ് പരിപാടി നടത്തുമ്പോൾ കോൺഗ്രസ് നേതാക്കന്മാരെ അല്ലാതെ ആരെയെ വിളിച്ചുകൊണ്ടുപോയി ഇരുത്തുക? ഇപ്പൊ DYFI നടത്തുമ്പോൾ ഇപ്പൊ രാജീവിനെ കൊണ്ടുവന്ന് ഇരുത്താൻ പറ്റുമോ? രാജീവ് കേരളത്തിന്റെ വ്യവസായ ഉപമന്ത്രി ആണെങ്കിലും ഇപ്പൊ മെട്രോയ്ക്കെതിരായിട്ട് അദ്ദേഹം നടത്തിയ സമരങ്ങൾ, അതടക്കമുള്ള സമരങ്ങൾ നടത്തിയ രാജീവിനെ അവിടെ കൊണ്ടുവന്നിരുത്താൻ പറ്റുമോ? എന്റെ നെഞ്ചിലൂടെ വിമാനം പറന്നിറങ്ങും എന്ന് പറഞ്ഞ S ശർമ്മയെ കൊണ്ടുവന്നിരുത്താൻ പറ്റുമോ? ഈ എയർപോർട്ട് ഞാൻ തവിട് പൊടിയാക്കും എന്ന് പറഞ്ഞ EP ജയരാജനെ നമുക്ക് കൊണ്ടുവന്നിരുത്താൻ പറ്റുമോ? കോൺഗ്രസ് രാഹുൽ, പക്ഷേ വ്യവസായ വകുപ്പ് കൈകാര്യം ചെയ്ത നേതാക്കന്മാരൊക്കെ കോൺഗ്രസിനകത്തുണ്ടല്ലോ, മറ്റാരെയും വിളിച്ചിട്ടില്ല. ഈ സമയത്ത് കൃത്യമായി ശശി തരൂരിന് മാത്രം ക്ഷണം എന്തുകൊണ്ടായിരിക്കും? അത് അവരോട് ചോദിക്കേണ്ടതാണ്. അവര് ഡോക്ടർ തരൂരിനെ വിളിക്കട്ടെ. ഡോക്ടർ തരൂരിനെ വിളിച്ച് അദ്ദേഹം അവൈലബിൾ അല്ല എങ്കിൽ ക്ഷമിക്കണം, ശ്രീ AK ആന്റണി സാറിനെ, കേരളത്തിലൊരു ആധുനിക വ്യവസായ വിപ്ലവത്തിന് തന്നെ തുടക്കം കുറിച്ച് AK ആന്റണി സാറിനെ ക്ഷണിക്കട്ടെ. അദ്ദേഹത്തിന് സമയവും സൗകര്യം ഉണ്ടെങ്കിൽ, താല്പര്യമുണ്ടെങ്കിൽ അദ്ദേഹം പങ്കെടുക്കട്ടെ. അത് കഴിഞ്ഞിട്ട് PK കുഞ്ഞാലിക്കുട്ടി സാഹിബിനെ നിർബന്ധമായിട്ടും ഇവര് കേരളത്തിലെ വ്യവസായ പുരോഗതി ചർച്ച ചെയ്യുകയാണെങ്കിൽ വിളിക്കേണ്ടുന്ന ഒരു പേര് PK കുഞ്ഞാലിക്കുട്ടി സാഹിബാണ്. അദ്ദേഹത്തെ ക്ഷണിക്കുക, അദ്ദേഹം പങ്കെടുക്കുന്നെങ്കിൽ പങ്കെടുക്കട്ടെ. അതല്ലെങ്കിൽ ഡോക്ടർ MK മുനീറിനെ വിളിക്കാമല്ലോ. അവരൊന്നും വിളിച്ചിട്ടില്ല രാഹുൽ, ആകെ ശശി തരൂരിന് മാത്രമാണ് ഇതുവരെ ക്ഷണം ഉണ്ടായിരിക്കുന്നത്. അതുകൊണ്ട് അവരാണല്ലോ തീരുമാനിക്കേണ്ടത്. അവരാരെയാണ് വിളിക്കേണ്ടതെന്ന് എനിക്കിപ്പോ തീരുമാനിക്കാൻ കഴിയില്ലല്ലോ. ഇപ്പൊ യൂത്ത് കോൺഗ്രസിന്റെ പരിപാടിയാണെങ്കിൽ ഡോക്ടർ
തരൂർ അടക്കം ഇപ്പൊ ഒരു യൂത്ത് കോൺഗ്രസിന്റെ ഒരു തരത്തിലുള്ള സമ്മിറ്റ് ആണെങ്കിൽ ഡോക്ടർ തരൂർ തൊട്ട് AK ആന്റണി സാർ തൊട്ട് കുഞ്ഞാലിക്കുട്ടി സാഹിബ് തൊട്ട് നിരവധി ആളുകളെ ഞാൻ ക്ഷണിച്ചേനെയും ഒപ്പം ഇവരെയും ക്ഷണിക്കും. എങ്ങനെയൊക്കെയാണ് ഒരു വ്യവസായം മുടക്കുന്നത്, വ്യവസായ മേഖല നേരിടുന്ന വെല്ലുവിളി എന്തൊക്കെയാണ് എന്നൊരു ഡിസ്കഷൻ വെച്ചിട്ട് അതിനകത്ത് ആ വെല്ലുവിളി എന്ന നിലയിൽ DYFIക്കാരെയോ അല്ലെങ്കിൽ EP രാജീവിനെയോ P രാജീവിനെയോ അല്ലെങ്കിൽ EP ജയരാജനെ അങ്ങനെ ആരെങ്കിലും ഞാൻ ക്ഷണിച്ചു. ഒറ്റ കാര്യം കൂടെ രാഹുൽ, തരൂർ പങ്കെടുക്കാൻ അദ്ദേഹത്തിന്റെ സൗകര്യം ഉണ്ടായിരുന്നെങ്കിൽ അദ്ദേഹം പങ്കെടുക്കുമായിരുന്നെങ്കിൽ സംസ്ഥാന കോൺഗ്രസിന് അതിന് പരിഭവം ഉണ്ടാകുമായിരുന്നോ? അല്ല, അതൊന്ന് ഭയങ്കര സാങ്കല്പികമായ ഒരു ചോദ്യമല്ലേ. നമ്മളിന്നൊരു തലക്കെട്ട്, ഞാൻ പറഞ്ഞ എന്തെങ്കിലും ഒരു വാചകത്തിന്റെ ഒരു തലക്കെട്ടിന് വേണ്ടി മാത്രമുള്ളൊരു ചോദ്യമല്ലേ ഇത്. കാരണം ഇത്തരത്തിൽ ഡോക്ടർ തരൂർ പങ്കെടുക്കുന്നില്ല എന്ന് അവരെ തന്നെ അറിയിച്ചു. ഇനി തരൂർ പങ്കെടുക്കുമായിരുന്നെങ്കിൽ എന്താകുമായിരുന്നു പ്രതികരണം എന്നൊക്കെ ഇപ്പം അങ്ങനെ നമുക്ക് സാങ്കല്പികമായ ഒരു ചോദ്യത്തിന് മറുപടി പറയാൻ കഴിയില്ല. ഇപ്പൊ ഈ ഇടയ്ക്ക് പിന്നെ DYFI നടത്തിയ, അതായത് CPM ജില്ലാ കമ്മിറ്റി നടത്തിയ ഒരു സെമിനാറിൽ യൂത്ത് കോൺഗ്രസ് ഭാരവാഹികൾ പങ്കെടുത്തിരുന്നല്ലോ. അപ്പൊ അങ്ങനെയൊക്കെ പങ്കെടുക്കാറുണ്ട്. ചില സാഹചര്യങ്ങളിൽ പങ്കെടുക്കാറുണ്ട്, ചില സാഹചര്യങ്ങളിൽ പങ്കെടുക്കാറില്ല. ചില വിഷയങ്ങളിൽ പങ്കെടുക്കാറുണ്ട്, ചില വിഷയങ്ങളിൽ പങ്കെടുക്കാറില്ല. അതൊക്കെ അതാത് സമയത്തും സാഹചര്യത്തിലും എടുക്കുന്ന നിലപാടുകളാണല്ലോ. അതിനകത്ത് എന്തെങ്കിലും ഒരു പ്രത്യേകിച്ച് വാർത്തയുടെ ഒരു പ്രസക്തി ഉണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. വളരെ നന്ദി. രാഹുൽ മാങ്കൂട്ടത്തിൽ കൂടിയാണ് പ്രതികരിച്ചത്.